റെക്കോർഡ് തുടങ്ങിയിട്ടുണ്ട് സാറേ, സ്റ്റാർട്ട് ചെയ്തോളൂ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപക സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. സിറ്റർ കളമശ്ശേരിയും അസാപ്പും ചേർന്ന് 3ാം വർഷ ഇലക്ട്രിക്കൽ വിദ്യാർത്ഥികൾക്കായി എടുക്കുന്ന ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റംസ് ആണ് ഇന്നത്തെ വിഷയം. ഈ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക്കിലെ പൂർവ്വ വിദ്യാർത്ഥിയും അധ്യാപകനുമായ ശ്രീ KS ആകാശ് കുമാർ MTech ആണ്. കൂടാതെ നിങ്ങൾ ചാറ്റ് ഓപ്ഷനിലൂടെ നൽകുന്ന സംശയങ്ങൾ ക്രോഡീകരിക്കുന്നതിനായി വിവിധ പോളിടെക്നിക്കിലെ അധ്യാപകർ അടങ്ങുന്ന ഒരു പാനലും സജ്ജമാണ്. ആകാശ് കുമാർ സാറിനോടും പാനൽ അംഗങ്ങളോടും ഈ ക്ലാസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ പ്രോഗ്രാം കോർഡിനേറ്റർമാരായ പാല GPTC ഇലക്ട്രിക്കൽ വിഭാഗം മേധാവി ശ്രീമതി ബിനു BR, തൃശൂർ MDIയിലെ ഇലക്ട്രിക്കൽ വിഭാഗം മേധാവി ശ്രീ ജ്യോതിലാൽ G എന്നിവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ക്ലാസ് ആരംഭിക്കുന്നതിനായി ശ്രീ ആകാശ് കുമാർ സാറിനെ ഹാർദവമായി ക്ഷണിക്കുന്നു. Good morning, all of you. S3 ഇലക്ട്രിക്കൽ കുട്ടികൾക്കായുള്ള ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റം, അതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം. ഇന്നു മുതൽ പഠിച്ചു തുടങ്ങുന്ന ഈ സബ്ജക്റ്റിന്റെ കോഡ് 3033 ആണ്. ഇതിന്റെ ക്രെഡിറ്റ് 4 ആണ്. ഇതിന്റെ സിലബസ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് സൈറ്റിൽ നിന്ന് ലഭ്യമാണ്. എന്നിരുന്നാലും സിലബസിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണയ്ക്കായി 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാം. 4 മോഡ്യൂളുകളാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ 2 മോഡ്യൂളുകളിൽ സിംഗിൾ ഫേസ് AC സിസ്റ്റവും 3ഉം 4ഉം യൂണിറ്റുകളിൽ അഥവാ മോഡ്യൂളുകളിൽ 3 ഫേസ് AC സിസ്റ്റവുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. Single phase AC supply generation, then characteristics and the nomenclature, then how it behaves when it is applying to a load and the performance analysis. അതാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. 3ാമത്തെയും 4ാമത്തെയും യൂണിറ്റിൽ 3 ഫേസ് സിസ്റ്റം ആണ്. അതിന്റെ ജനറേഷനും ടെക്നിക്കൽ ഫീച്ചേഴ്സും സ്പെഷ്യാലിറ്റീസും ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള പെർഫോമൻസ് അനാലിസിസും പിന്നീട് പവർ ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ്സ്. അവസാന ടോപ്പിക്കായി പവർ സിസ്റ്റത്തിൽ നമ്മൾ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റും അതിന്റെ ചില പ്രത്യേകതകളും കൂടിയാണ് മൊത്തത്തിൽ പഠിക്കാനായിട്ടുള്ളത്. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് മൊഡ്യൂൾ നമ്പർ 1 ആണ്. അതിൽ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് ജനറേഷൻ ഓഫ് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസ് ഓർ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജസ് ആൻഡ് കറന്റ്സ്, ദ ഇക്വേഷൻ ഓഫ് ദാറ്റ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജസ് ആൻഡ് കറന്റ്സ്, advantages of AC, and the equation related with some other form. ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകേണ്ടത് അല്ലെങ്കിൽ ഔട്ട്കം ആയിട്ട് ഉണ്ടാവേണ്ടത് ഹൗ ടു ജനറേറ്റ് ഓൾട്ടർനേറ്റിംഗ് കറന്റ്, AC എങ്ങനെ ജനറേറ്റ് ചെയ്യാം, ഡെറിവേഷൻ ഓഫ് ഓർ ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ ദാറ്റ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആൻഡ് കറന്റ്, എന്തൊക്കെയാണ് AC-ക്ക് DC-യിൽ നിന്നുള്ള അഡ്വാൻറ്റേജസ് ഓർ വൈ ഇറ്റ് ഈസ് സോ പ്രിഫേർഡ്, ആൻഡ് ദ ഇക്വേഷൻസ് വിത്ത് പ്രോബ്ലംസ്. ഇതാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ S3 ഇലക്ട്രിക്കൽ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഇലക്ട്രിക്കൽ വിഷയങ്ങളിലുള്ള ആഴത്തിലുള്ള പഠനമാണ് ഇനി മുതൽ നിങ്ങൾക്കുള്ളത്. അതിലെ ആദ്യത്തെ ടെക്നിക്കൽ സബ്ജക്റ്റ് എന്ന നിലയിൽ ഈ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്നത് തന്നെ അതിന്റെ പ്രാധാന്യം വെളിവാക്കുന്നു. ഞാൻ ക്ലാസ്സിൽ നിങ്ങൾക്കായി പഠിപ്പിക്കുമ്പോൾ ആവശ്യമായ വിവരങ്ങൾ ഞാൻ സ്ക്രീനിൽ ബോർഡിൽ എഴുതുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് കൃത്യമായി കാണാൻ സാധിക്കും. ഒപ്പം നോട്ട്സ് ആയി നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഭാവി ഉപയോഗങ്ങൾക്കായിട്ട് കുറിച്ചെടുക്കണം. ഒരു കാൽക്കുലേറ്റർ കൂടി കരുതിയാൽ വളരെ നല്ലത്. ഇന്ന് നമ്മളൊരു ചെറിയ പ്രോബ്ലം ചെയ്യും. അപ്പൊ അത്തരം ആവശ്യങ്ങൾക്കായി പേനയും
ബുക്കും പിന്നീട് കാൽക്കുലേറ്ററും നിങ്ങളുടെ ഒപ്പം കരുതണം എന്നുള്ളത് ആദ്യമേ ഓർപ്പിക്കുന്നു. അപ്പൊ നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൽ ഉള്ള ടോപ്പിക്സ് തുടങ്ങുകയാണ്. The fundamentals of AC system, അതാണ് കോഴ്സ് ടൈറ്റിൽ എന്ന് പറഞ്ഞു. What is AC? AC is the alternating current. നിങ്ങൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചപ്പോൾ നിങ്ങൾ കൈകാര്യം ചെയ്തതും പഠിച്ചതും DC സപ്ലൈ ആണ്. What is DC? That is a direct current. നമുക്ക് അതിനെ ഗ്രാഫിക്കലായിട്ടൊന്ന് റെപ്രസെന്റ് ചെയ്യാം. ഞാനൊന്ന് വരച്ച് കാണിക്കാം. എക്സ് ആക്സിസിൽ നമ്മൾ അതിന്റെ ടൈമും അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ടൈം we are going to represent the variations, and on y axis വോൾട്ടേജിന്റെയോ കറണ്ടിന്റെയോ മാഗ്നിറ്റ്യൂഡും ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കും. എന്താണ് അതിന്റെ ഗ്രാഫ്? ഇറ്റ് ഇസ് ബിക്കം എ സ്ട്രേറ്റ് ലൈൻ. അതായത് അതിന്റെ മാഗ്നിറ്റ്യൂഡിൽ ചേഞ്ച് ഇല്ല, ഇറ്റ് ഈസ് സ്റ്റഡി. Therefore, the DC is also called as steady current. But now we are going to study the AC system. പേര് പോലെ തന്നെ നിങ്ങൾ താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളത് കൊണ്ടും പരിചിതമായതുകൊണ്ട് ചില കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാം. ഇതുപോലെ എ സിയുടെ വേവ് ഫോം അല്ലെങ്കിൽ എ സിയെയും നമുക്ക് ഗ്രാഫിക്കലായി ഒന്ന് റെപ്രസെന്റ് ചെയ്യാം. നോക്കിയേ, എക്സ് ആക്സിസിൽ ഞാൻ ടൈം റെപ്രസെന്റ് ചെയ്യുന്നു, കൂട്ടത്തിൽ ഞാൻ തീറ്റ എന്നും കൂടെ മാർക്ക് ചെയ്യുന്നു. y ആക്സിസിൽ വോൾട്ടേജിന്റെയോ കറണ്ടിന്റെയോ മാഗ്നിറ്റ്യൂഡ് വാട്ട് എവർ ഇറ്റ് ഈസ്. സി, അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ദാണ്ട സീറോയിൽ നിന്ന് അത് പതിയെ സ്റ്റാർട്ട് ചെയ്യുന്നു, അതൊരു ഹയസ്റ്റ് വാല്യൂയിലേക്ക് എത്തി, വീണ്ടും സീറോയിലേക്ക് വന്ന് അത് നെഗറ്റീവ് വാല്യൂയിലേക്ക് പോയി സീറോയിലേക്ക് എത്തുന്നു. നോക്കൂ, സ്റ്റാർട്ട്സ് ഫ്രം സീറോ. 90 ഡിഗ്രി ഇറ്റ് ഈസ് മാക്സിമം. ഈ 90 നിങ്ങൾക്ക് പരിചിതമാണ്. അതിന്റെ മാക്സിമം വാല്യൂവിലെത്തി. 180 ഡിഗ്രി അഥവാ പൈ റേഡിയൻസിൽ അത് പോസിറ്റീവ് വാല്യൂസ് അവസാനിച്ചു, പിന്നീട് നെഗറ്റീവ് വാല്യൂസ് ആണ്. അതായത് ഇത് ശ്രദ്ധിച്ചപ്പോൾ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി. ഓരോ ഇൻസ്റ്റന്റിലും ഇതിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. സോ alternating current, the values are instantaneously changing or instant by instant it is changing. അതായത് ഓരോ സമയത്തും ഓരോ വാല്യൂ ആണ്. That means it is time dependent and it is alternating in nature. ഇത് ഓൾട്ടർനേറ്റിംഗ് ആണ്. എന്താ കാര്യം? ഒരു പെർട്ടിക്കുലർ ഇന്റർവെല്ലിൽ അതിന്റെ ഡയറക്ഷൻ അഥവാ പൊളാരിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സോ ഇറ്റ് ഈസ് ഇൻസ്റ്റന്റേനിയസ്ലി വേരിയിങ്, ടൈം ഡിപ്പെൻഡന്റ് ആൻഡ് ഇസ് ഓൾട്ടർനേറ്റീവ്. ആദ്യം കുറെ വാല്യൂസ് പോസിറ്റീവ് ആയിരുന്നു, പിന്നീട് നെഗറ്റീവ്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരച്ച് നോക്കിയാൽ അതിങ്ങനെ വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവാം, ഇതെന്താ ഇങ്ങനെ? ഈ സിനൂസോയിഡൽ ഫംഗ്ഷൻ തന്നെയായേ. നോക്കി, സൈൻ വേവ് പോലെ തന്നെയല്ലേ ഉള്ളത്. സൈൻ 00, സൈൻ 90, 1 ഓർ മാക്സിമം വാല്യൂ 180 എത്തിയപ്പോൾ അത് പോസിറ്റീവ് വാല്യൂസ് അവസാനിക്കും. അപ്പൊ ഇതൊരു സൈൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ സ്ക്വയർ വേവോ ട്രയാങ്കുലർ വേവോ ഒന്നുമല്ല. ഹിയർ വി പ്രിഫേർഡ് ദ സിനൂസോയിഡൽ വോൾട്ടേജ് ബിക്കോസ് ഇറ്റ് ഈസ് വെരി സ്മൂത്ത്, ഇറ്റ് ഈസ് വെരി എഫിഷ്യന്റ്. അപ്പൊ ഇത് വളരെ സ്മൂത്ത് ആണ്, ഒപ്പം ഇത് വളരെ എഫിഷ്യന്റ് ആണ്. മൂന്നാമതായി ഞാൻ പറയുന്നു, ഇറ്റ് ഈസ് മേക്കിംഗ് ലെസ് ഡിസ്റ്റർബൻസ്. അതായത് സർക്യൂട്ടിൽ ഇറ്റ് ഈസ് മേക്കിംഗ് ലെസ് ഡിസ്റ്റർബൻസ്. സോ കൊമേഴ്സ്യലി ദ എ സി സിസ്റ്റം മോസ്റ്റ്ലി സിനുസോയിഡൽ ഇൻ നേച്ചർ. എളുപ്പത്തിൽ പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻസ് നോക്കിയാൽ അതൊരു സൈൻ ഫംഗ്ഷൻ ആയിരിക്കും. അടുത്ത ഡിസ്കഷൻസിൽ നിങ്ങൾക്ക് അത് വ്യക്തമാവും. അപ്പൊ ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ പരിഗണിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന എ സി സിസ്റ്റത്തിൽ സിനൂസോയിഡൽ വോൾട്ടേജസ് ആൻഡ് കറണ്ട്സ് ആണ് പരിഗണിച്ചത്. ബിക്കോസ് ഇറ്റ് ഈസ് വെരി സ്മൂത്ത്, ഇറ്റ് ഈസ് വെരി എഫിഷ്യന്റ് ആൻഡ് ഇറ്റ് ഈസ് ഹാവിംഗ് ലെസ് ഡിസ്റ്റർബൻസ് വെൻ ഇറ്റ് ഈസ് അപ്ലൈയിങ് ടു എ ലോഡ്.
അതുകൊണ്ടാണ് പ്രധാനമായും സിനുസോയിഡൽ പരിഗണിച്ചതെന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ നമുക്കിതിന്റെ ജനറേഷൻ ഓഫ് alternating voltages and currents. അപ്പോൾ അതിന്റെ ഇക്വേഷൻസ് നോക്കാം. Or simply we can derive the equations of alternating voltages and currents. അപ്പൊ ഓർക്കണേ, it is instantaneously varying or time dependent. It is alternating in nature. And now we consider that it's a sinusoidal functions or sine functions. See, what's the speciality? Faraday's laws of electromagnetic induction അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കൊമേഴ്സ്യൽ ജനറേഷൻസ് ഒക്കെ ചെയ്യുക. പല വഴികളും നമുക്കറിയാം, കെമിക്കൽ എഫക്റ്റ് ഒക്കെ പലതും നമുക്ക് ഉപയോഗിക്കാം. ബട്ട് നൗ ഇറ്റ് ഈസ് വെരി പോപ്പുലർ ഫോർ കൊമേഴ്സ്യൽ ജനറേഷൻ. ഇറ്റ് ഈസ് യൂസിങ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പൊ നമുക്കതിനെ ഒന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓഫ് കോഴ്സ് അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വേണം. ഞാനിതാ രണ്ട് പോളുകൾ അറേഞ്ച് ചെയ്യുന്നു. One is north and another one is south. In that magnetic field or between that poles, we placed a coil. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി നമ്മളൊരു കണ്ടക്ടർ അല്ല. Instead of that, it is placed a coil which is rectangular in shape. ചതുരാകൃതിയിലാണ് നമ്മൾ ആ കണ്ടക്ടർ അവിടെ വെച്ചത്. അപ്പൊ കോയിലാക്കിയതിന്റെ പ്രത്യേകത നമുക്കറിയാം. അതിന് രണ്ട് എൻഡുകൾ ഉണ്ടാവും. അത് രണ്ട് എൻഡ് ഒരു സൈഡിൽ കിട്ടും. എന്താണ് ഫാരഡേ പറഞ്ഞത്? According to Faraday's laws of electromagnetic induction, when a magnetic flux linked with the conductor changes, or when a conductor linked with the magnetic flux changes, conductor link ചെയ്യുന്ന magnetic flux change ചെയ്താൽ there will be an EMF induced in that conductor. കണ്ടക്ടറിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് ഇക്വേഷൻ നമുക്കറിയാം. ഇൻഡ്യൂസ്ഡ് EMF E equals minus n d phi by dt minus n into d phi by dt. Why that negative sign? According to Lenz's law. Lenz എന്താ പറഞ്ഞത്? According to Lenz's law, the induced quantity opposes its cause. The induced quantity opposes the change in flux. N is a number of turns. So here, we considered a coil, a rectangular coil we considered. അപ്പൊ നമുക്ക് മനസ്സിലായി, ഈ കോയിലിന് EMF ഇൻഡ്യൂസ് ചെയ്യണമെങ്കിൽ ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സിനെ ചേഞ്ച് ചെയ്യണം. അപ്പൊ എന്താ വഴി? ഒന്നുകിൽ നമുക്ക് ഈ കണ്ടക്ടറിനെ മൂവ് ചെയ്യണം, അല്ലെങ്കിലോ ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി ഒന്നുകിൽ ആ മാഗ്നറ്റിക് ഫീൽഡിനെ മൂവ് ചെയ്യുകയോ ഫ്ലക്സിന്റെ ഓരോ ഇൻസ്റ്റന്റിലുള്ള വാല്യൂ ചേഞ്ച് ചെയ്യുകയോ വേണം. Here we are going to rotate that coil. നമ്മൾ ആ കോയിലിനെ റൊട്ടേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞത് മൂവ് ചെയ്യാമെന്നല്ല, റൊട്ടേറ്റ് ചെയ്യാമെന്നാണ്. ദാറ്റ് മീൻസ് ദ മൂവ്മെന്റ് ഈസ് ഇൻ സർക്കുലാർ ഫാഷൻ. വൃത്താകൃതിയിലാണ്, അല്ലെങ്കിൽ കറക്കുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്താ പ്രത്യേകത? കുറച്ച് സ്പേസ് മതി, വളരെ എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, റെക്ടാങ്കുലർ കോയിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ചതുരാകൃതിയിൽ വെച്ച കോയിലിനൊരു പ്ലെയിൻ, അല്ലെങ്കിൽ അതൊരു സർഫസ് ആയിരുന്നെങ്കിൽ അതിന്റെ പ്ലെയിൻ കൺസിഡർ ചെയ്യാമല്ലോ. അപ്പോ ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഞാനൊരു ഇമാജിനറി ആക്സിസ്, ആവർത്തിക്കാം, നമ്മൾ പ്ലേസ് ചെയ്ത കോയില് റെക്ടാങ്കുലർ ഷേപ്പിലാണ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളൊരു ഇമാജിനറി ആക്സിസ്, അതിനെ ഞാൻ O ഡാഷ് എന്ന് പേര് കൊടുക്കട്ടെ. O ഡാഷ്. O ഡാഷ് എന്ന് പറയുന്നത് പ്ലെയിനിന് പെർപെൻഡിക്കുലറാണ്. കാരണം ഫ്ലക്സ് ലിങ്കേജസ് ഈസ് ദ പെർപെൻഡിക്കുലർ കോമ്പണൻസ് ലിങ്ക്ഡ് വിത്ത് ദാറ്റ് പ്ലെയിൻ. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി ഞാൻ രണ്ട് കണ്ടീഷൻസ് നിങ്ങളെ പരിചയപ്പെടുത്താം.
ഒന്നാമത്തെ അവസ്ഥയിൽ ഈ പ്ലെയിൻ ഓർ പ്ലെയിൻ ഓഫ് ദി കോയിൽ ഈസ് പാരലൽ ടു ദ ലൈൻസ് ഓഫ് ഫ്ലക്സ്. അതായത് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലോട്ട് പോകുന്ന ഫ്ലക്സ് ലൈൻസിന് പാരലൽ ആയിട്ടാണ് നമ്മളിപ്പോ പ്ലെയിൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്, അതായത് കോയിൽ പ്ലേസ് ചെയ്ത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഓ ഡാഷ് ഡയറക്ഷനിൽ ഇപ്പൊ ഫ്ലക്സ് ഇല്ലല്ലോ. അപ്പോ നിങ്ങൾക്ക് വ്യക്തമായി ആ സമയത്ത് അതിലുള്ള ഫ്ലക്സ് ലിങ്കേജ് 0 ആയിരിക്കും. The plane of the coil is now parallel to the lines of flux. Then the flux linkages become 0. Then ഇനി ആ കോയിലിനെ ഞാനൊന്ന് റൊട്ടേറ്റ് ചെയ്യാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെ ആയിക്കോട്ടെ. അപ്പൊ എന്താ ശ്രദ്ധിച്ചേ? ആ പൊസിഷനിൽ now the coil plane of the coil is perpendicular to the line of flux. അതായത് 90 ഡിഗ്രി മൂവ് ചെയ്തു. അപ്പോ പ്ലെയിന്റെ സെന്ററിൽ കൂടെ നമ്മൾ വരച്ച, അല്ലെങ്കിൽ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ വരച്ച ആക്സിസ് ഓ ഡാഷ് എങ്ങനെയായിരിക്കും? നോക്കിയേ, ഫ്ലക്സിന്റെ അതേ ഡയറക്ഷനിൽ തന്നെയല്ലേ. അപ്പോ ഫ്ലക്സ് നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന ടോട്ടൽ ഫ്ലക്സ് ഈസ് ലിങ്ക്ഡ് വിത്ത് ദ പ്ലെയിൻ ഓഫ് ദി കോയിൽ. അതായത് ഫ്ലക്സ് ലിങ്കേജ് മാക്സിമം ആയിരിക്കും. അപ്പൊ നമുക്ക് അതിനെ ഫൈ മാക്സ് എന്ന് വിളിക്കാം. ദ ലിങ്ക്ഡ് ഫ്ലക്സ് ഓർ ഫ്ലക്സ് ലിങ്കേജ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് ഫൈ മാക്സ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, മാക്സിമം ഫ്ലക്സ് ലിങ്ക് ചെയ്താൽ ആ പറയുന്ന 90 ഡിഗ്രി പൊസിഷനിൽ അവിടെ മാക്സിമം EMF ഇൻഡ്യൂസ് ചെയ്യുമല്ലോ, ഓർക്കണം. ഇനി ഇങ്ങനെ ഓരോ ഇൻസ്റ്റന്റും ഒക്കെ നോക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ജനറലൈസ് ചെയ്ത് പറയാൻ, പൊതുവേ നമുക്ക് പറയാൻ വേണ്ടി നമ്മൾ ഇതിനിടയിൽ ഒരു കണ്ടീഷൻ എടുക്കുന്നു. അപ്പൊ നോക്കണേ, നമ്മുടെ കോയിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു വെലോസിറ്റി കിട്ടുമല്ലോ. അതിന് നമ്മൾ ആംഗുലർ വെലോസിറ്റി എന്നല്ലേ പറയുക, ഒമേഗ. അപ്പോ ഈ 0യ്ക്കും 90ക്കും ഇടയിലുള്ള ഒരു പൊസിഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ ആ പൊസിഷൻ എവിടെ വരെ സഞ്ചരിച്ചു അല്ലെങ്കിൽ മൂവ് ചെയ്തു എന്ന് അറിയാൻ, അപ്പൊ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, അതിനെ വേണമെങ്കിൽ നമുക്ക് തീറ്റ എന്ന് പറയാമല്ലോ. തീറ്റ ഈക്വൽസ് ഒമേഗ ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ആംഗുലർ വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. അറ്റ് 0th ഇൻസ്റ്റന്റ്, അതായത് T0 ആയിരിക്കുമ്പോൾ ഫ്ലക്സ് ലൈൻസിന് പാരലൽ ആയിട്ടാണ് പ്ലെയിൻ ഉള്ളത്. അപ്പൊ ഫ്ലക്സ് ലിങ്കേജ് മിനിമം ആണ്, അഥവാ 0 ആണ്. അപ്പൊ EMF 0 ആയിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളെ പറഞ്ഞു തന്നു. അത് ഫ്ലക്സ് ലൈൻസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇരിക്കുമ്പോൾ, അതായത് 90 ഡിഗ്രി പൊസിഷനിൽ ഇരിക്കുമ്പോൾ ആ കോയിലിന്റെ പ്ലെയിനിൽ ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് മാക്സിമം ആണ്. അതിനെ നമ്മൾ ഫൈ മാക്സ് എന്നും വിളിച്ചു. എന്നിട്ടോ ഇനി അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നു എങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷൻ, ആ പൊസിഷനിൽ എത്ര ഫ്ലക്സ് ലിങ്ക് ചെയ്യും? നമുക്കറിയാം, കോയിലിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് എഫക്റ്റീവായിട്ട് EMF ഇൻഡ്യൂസ് ചെയ്യും. ഇപ്പൊ ഇത് ചരിഞ്ഞിരിക്കുക. അപ്പൊ സ്വാഭാവികമായും ഫൈ മാക്സ് എന്ന് പറയുന്ന ആ ഫ്ലക്സ് ലൈനിന്റെ 2 കമ്പോണന്റുകൾ നോക്കൂ. ഫൈ മാക്സിനെ ഞാൻ 2 കോമ്പണന്റ് ആയിട്ട് റിസോൾവ് ചെയ്തു. ഒരെണ്ണം നമ്മുടെ ആ കോയിലിന്റെ പ്ലെയിനിന് പാരലൽ ആയിട്ടും, ഒരെണ്ണം അതിന് പെർപെൻഡിക്കുലർ ആയി, അഥവാ ഓ ഡാഷ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമല്ലോ. അങ്ങനെ ഓ ഡാഷ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന കോമ്പണന്റ് എന്താ? ആംഗിൾ തീറ്റ അല്ലെങ്കിൽ ഒമേഗ ടി എന്നെടുത്താൽ നമുക്കറിയാം, the component along that o dash become phi max cos omega t, or the perpendicular component to the plane of the coil is become phi max cos omega t. അപ്പൊ നമ്മളിപ്പോ എന്താ പറഞ്ഞേ? ഏത് ഇൻസ്റ്റന്റിലും the component of flux linked with the plane of the coil is become phi max cos omega t. അപ്പൊ ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് തിരിച്ചു വരാം. ഓരോ ഇൻസ്റ്റന്റിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF
സീറോയിൽ അല്ലെങ്കിൽ ടി 0 ആയിരിക്കുമ്പോൾ 0 എന്നും 90ൽ അത് മാക്സിമം ആയിരിക്കും എന്നൊക്കെ പറയുന്നതിന് പകരം നമുക്ക് ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യാം. എന്തായിരുന്നു ഇക്വേഷൻ? ഇൻഡ്യൂസ് EMF E ഈക്വൽസ് -n into d∅dt. See, -n into, that is equals -n into d/dt of phi. Phi നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ? The phi linked with at any instant. Linked at any instant. What it is? Phi max cos omega t. So the equation -n d/dt of phi max cos omega t. Differentiate ചെയ്തേ. Phi max constant ആയതുകൊണ്ട് നമ്മൾ ഇനി പുറത്തെടുത്തു. That's equals -n phi max d/dt of cos omega t എന്താ? ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -sin omega t into function of the function ഒമേഗയും കൂടെ വരുമല്ലോ. That is equals minus into minus, അതങ്ങ് പ്ലസ് അങ്ങ് പോയി. So we can omit that. So what about the final value? I can write, or I will write like this. That is equals omega n phi max, അത് ഞാൻ ബ്രാക്കറ്റിൽ ചെയ്യുന്നു, into sin omega t. So the EMF induced in the coil or in the turn equals omega n phi max sin omega t. വോൾട്ട് യൂണിറ്റ് എഴുതുമ്പോൾ അത് വോൾട്ട് എന്ന് തന്നെ എഴുതണം, വി എന്ന് എഴുതണ്ട. Then ഇതിന്റെ കണ്ടീഷൻസ് നമുക്കൊന്ന് നോക്കാം. 0 ഡിഗ്രിയിൽ നിന്ന്, അതായത് 0th ഇൻസ്റ്റന്റിൽ നിന്നല്ലേ നമ്മൾ ഇതിനെ മൂവ് ചെയ്യാൻ പോണേ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കുമ്പോ 0th ഇൻസ്റ്റന്റ് അഥവാ 0 ഡിഗ്രിയിൽ നിന്ന് അത് 360 ഡിഗ്രി റെവല്യൂഷൻ പൂർത്തിയാക്കുമല്ലോ. അപ്പോ നമ്മൾ ഓരോ ഇൻസ്റ്റന്റിലും ഓരോ ഇൻഡ്യൂസ്ഡ് EMF അല്ലേ നമ്മുടെ കോയിൽ സൈഡിൽ കിട്ടുക. അപ്പൊ നമുക്കിതിനെ ഓരോന്നിനെ ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാം. നോക്കിയേ, അറ്റ് 90 ഡിഗ്രി 0th ഇൻസ്റ്റന്റിൽ അത് 0 ആണ് എന്ന് നമുക്കറിയാം, കാരണം sin 0 is 0. When omega t is 0, it is become 0. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയാഞ്ഞത്. ബട്ട് അറ്റ് 90 ഡിഗ്രി എന്ത് സംഭവിക്കുമെന്ന് നോക്കി. sin 90 is 1 അല്ലേ. So the induced EMF E become omega n phi max. ആദ്യമേ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, 90 ഡിഗ്രിയിൽ എത്തുമ്പോൾ അത് മാക്സിമം ഫ്ലക്സ് ലിങ്ക് ചെയ്യും, അഥവാ ഫൈ മാക്സ് ആണെന്നാ പറഞ്ഞത്. അപ്പൊ എന്താ സംഭവിച്ചേ? ഈ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF-നെ അതിന്റെ മാക്സിമം EMF ആണെന്ന് എഴുതാമല്ലോ. സോ ഐ ആം റെപ്രസെന്റിങ് capital E suffix m or E max or EM. So at 90 degree it induced or it induces the maximum EMF in the coil, and that is E max or EM. So in general the equation can be written small e equals, ഇനിയിപ്പോ n ഒമേഗ ഫൈ മാക്സിന് പകരം ഇ മാക്സ് എന്ന് കൊടുക്കാമല്ലോ, അല്ലെങ്കിൽ EM എന്ന് കൊടുക്കാമല്ലോ, EM സൈൻ ഒമേഗ ടി. അപ്പൊ നോക്കിയേ, ഇവിടെ ചില വാല്യൂസ് ഒക്കെ നിങ്ങൾ അറിയേണ്ടിയിരിക്കും. ഇൻസ്റ്റന്റ് ബൈ ഇൻസ്റ്റന്റ് ദ EMF ഈസ് വേരിയിങ്. അതായത് നമ്മൾ ഈ കോയിലിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓരോ ഇൻസ്റ്റന്റിലും, അതായത് ഓരോ ടൈമിലും ഇൻഡ്യൂസ് ചെയ്യുന്ന EMF വ്യത്യസ്തമാണ്. And that is called, or that is represented as instantaneous value. I repeat, instantaneous value. So in alternating quantity, the value of that particular parameter will instantaneously vary. അപ്പൊ അതിനെ നമ്മൾ എന്താ വിളിക്കുക? ഇൻസ്റ്റന്റേനിയസ് വാല്യൂ. ഇനി ഓർക്കണം, ഇൻസ്റ്റന്റേനിയസ് വാല്യൂവിനെ എപ്പോഴും സ്മോൾ ലെറ്റേഴ്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്ത്, അതാണ് ഇൻഡ്യൂസ് ചെയ്ത EMF-നെ ഞാൻ സ്മോൾ ഇ എന്നും, എന്നാൽ നോക്കിയേ മാക്സിമം വാല്യൂ കൺസിഡർ ചെയ്തപ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കണേ? ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കണം. ക്യാപിറ്റൽ ഇ സഫിക്സ് സ്മോളർ. അപ്പോ
അപ്പൊ ഇനി ക്ലിയർ ആയിട്ട് പറയാമല്ലോ. The instantaneous value of induced EMF. അപ്പോൾ ഉടനെ നിങ്ങൾ എന്ത് എഴുതും? സ്മോൾ ഇ ഈക്വൽസ് ഇ മാക്സ് സൈൻ ഒമേഗ ടി. Instantaneous value of induced EMF, that is small e equals E max sin omega t. So what is small e? It's the instantaneous value of induced EMF. It is always represented with English alphabet, small letter, that is small e. Then what is E max? EM is a maximum value or the highest value or peak value or amplitude. So it's a highest value, it's a peak value, or it is the crest value. ഇപ്പൊ ഇങ്ങനെ പല പേരുകളിൽ പറയും. പീക്ക് വാല്യൂ, മാക്സിമം വാല്യൂ, ഹയസ്റ്റ് വാല്യൂ, ക്രസ്റ്റ് വാല്യൂ ഓർ ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇൻഡ്യൂസ് EMF സ്മോൾ ഇ ഈക്വൽസ് ഇ മാക്സ് സൈൻ ഒമേഗ ടി, where omega is the angular velocity of the coil which is rotating. T is a time instant in seconds. Similarly, നമ്മളിപ്പോ ഇൻഡ്യൂസ് EMFന്റെ കാര്യം പറഞ്ഞോളൂ. ഇതുപോലെ നമുക്ക് ഇക്വേഷൻസ് നോക്കുമ്പോൾ നമുക്ക് രണ്ട് പാരാമീറ്റേഴ്സ് കൂടി ഇപ്പോഴങ്ങ് പറയാം, നിങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാവും. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ്, അപ്പൊ ഉടനെ നിങ്ങൾ സ്മോൾ വി എന്ന് എഴുതും. കാരണം ഈ നമ്മൾ ഇത്രയും ജനറേറ്റ് ചെയ്തെങ്കിലും ലോഡിന് ക്രോസ് ആയിട്ട് നമുക്കത് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ കിട്ടുന്നതിന് നമ്മൾ വോൾട്ടേജ് എന്നല്ലേ റെപ്രസെന്റ് ചെയ്യുക. സോ സ്മോൾ വി ഈക്വൽസ് യെസ് വി മാക്സ് സൈൻ ഒമേഗ ടി. വാട്ട് ഇസ് വി മാക്സ്? മാക്സിമം വോൾട്ടേജ്. വാട്ട് ഇസ് ഒമേഗ? ആംഗുലർ വെലോസിറ്റി ഇൻ റേഡിയൻസ് പെർ സെക്കൻഡ്. അത് ഞാൻ പറഞ്ഞില്ല. ദാറ്റ് ഇസ് ആംഗുലർ വെലോസിറ്റി ഒമേഗ is considered in radians per second. Then one more thing, that is instantaneous current or instantaneous value of alternating current. So that is small I. Small I equals I max sin omega t. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇക്വേഷൻ ചെറുതായിട്ട് ഉപയോഗിക്കാം. സ്മോൾ I equals V by R അല്ലേ? Small v divided by r. R is a opposition. ഈ v ഇക്വേഷൻ എന്താ? v max sin omega t അല്ലേ? അപ്പോ v max ഉം r ഉം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് v max by r that is become I max. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും പറയും. So the instantaneous EMF E equals E max sin omega t. Instantaneous voltage is small v equals v max sin omega t. Instantaneous current I equals I max sin omega t, where v max, E max and I max are the maximum values, that is a peak value or the amplitude or the crest values. ലളിതമായി പറഞ്ഞാൽ the highest value of an alternating quantity is the maximum value. It is represented with a capital letter with suffix, that is m. Okay. ഇനി നമ്മൾ ഇതിനെ ഗ്രാഫിക്കലായി റെപ്രസെന്റ് ചെയ്യും. ഹലോ, ഇതിനെ ഗ്രാഫിക്കലായി റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് നോക്കാം. നമ്മൾ ഗ്രാഫിക്കലായി റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതാണ്ട് എക്സ് ആക്സിസിൽ നമ്മൾ അതിന് ഒമേഗ ടി തീറ്റയാണെന്ന് നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ ടൈം ആക്സിസ് ആയിട്ട് മാർക്ക് ചെയ്യാം. വൈ ആക്സിസിലോ ഒന്നുകിൽ വോൾട്ടേജ്, ഇവിടെ നമുക്ക് EMF എടുക്കാം. നോക്കിയേ, വൈ ആക്സിസിൽ നമ്മൾ EMF മാർക്ക് ചെയ്യുന്നു, എക്സ് ആക്സിസിൽ നമ്മൾ റെഫറൻസ് ആയി ഒമേഗ ടി അല്ലെങ്കിൽ ടൈം ആയാലും എടുക്കാം, ഓർ തീറ്റ, ഏതാണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. എല്ലാം ഒന്ന് തന്നെയാണ്, നമുക്ക് അതുകൊണ്ട് ഒരേ തരത്തിൽ തന്നെയാണ്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. നോക്കിയേ, നമ്മൾ ആ ഓരോ ഇൻസ്റ്റന്റിലുള്ള വാല്യൂസ് റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? സീറോയിൽ നിന്ന് അത് ഇങ്ങനെ കൂടി 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 വന്ന് ഹയസ്റ്റ് വാല്യൂവിലെത്തി, അത് വീണ്ടും കുറഞ്ഞു 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 വന്ന് പോസിറ്റീവ് വാല്യൂസ് അവസാനിച്ച് നെഗറ്റീവ് വാല്യൂസിലോട്ട് പോയി ഇതുപോലെ തന്നെ പീക്കിലൂടെ സീറോയിലേക്ക് എത്തും. അപ്പോ when the coil completes one revolution, it is getting the instantaneous values in this fashion, or it is just like a waveform.
ഇനി ആ വേവ് ഫോമിലേക്ക് നോക്കി. ഈ വേവ് ഫോമിൽ നമ്മളിപ്പോ ഈ കിട്ടിയിട്ടുള്ളത് എന്താ? ഓരോ ഇൻസ്റ്റന്റിലെ വാല്യൂസ് എവിടുന്ന് എവിടെ വരെ? 0 തൊട്ട് 360 ഡിഗ്രി വരെ. എന്താ പ്രത്യേകത? ഇതൊരു അപ്പൊ നിങ്ങൾ നോക്കിയേ, 0 to 180 ഡിഗ്രി സൈൻ വാല്യൂ പോസിറ്റീവ് അല്ലേ? അതായത് ഫസ്റ്റ് രണ്ട് ക്വാർട്ടറിൽ 0 to 90 ആൻഡ് 90 to 180 സൈൻ വാല്യൂസ് പോസിറ്റീവ്. യെസ്, ഇവിടെ നമുക്ക് അതാ പോസിറ്റീവ് വാല്യൂസ് കിട്ടിയിരിക്കുന്നു. ഫ്രം 180 to 360 ഡിഗ്രി എന്താ പ്രത്യേകത? The values are become negative because the sign values are negative. So it's a sine function, and that's why this is called sinusoidal quantity or sinusoidal EMF. ഇനി ഈ വേരിയേഷൻ, യെസ് സർ, അതൊന്ന് ഇടപെടാൻ സമയമായിട്ടുണ്ട്. ഒരു സെക്കൻഡ് സാറേ, ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തി ക്വസ്റ്റ്യൻസിന് അവസരം തരാം സാർ, പ്ലീസ്. ഇവിടെ ഈ വേരിയേഷനെ ഞാൻ മറ്റൊരു തരത്തിലൂടെ പറയാം. ഞാനൊരു ചെറിയ വീഡിയോ നിങ്ങളെ കാണിക്കാം, അല്ലെങ്കിൽ ബ്ലോക്ക് സ്പോട്ടിൽ നിന്നുള്ള ഒരു അനിമേഷൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. സ്ക്രീനിൽ ഇപ്പോ അപ്പോ ഒരു വേരിയേഷൻ, അതായത് 0 to 180 ഡിഗ്രി വരെ ഒരു പോസിറ്റീവ് ഡയറക്ഷനിലാണ് വേരിയേഷൻ എങ്കിൽ, ആ 180 to 360 വരെ നെഗറ്റീവ് ആണെന്ന് മനസ്സിലാകാൻ വേണ്ടി നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം ഇതാണ്. ഇവിടെ ഞാനൊരു കോയിൽ വെക്കുന്നു, അതിനകത്ത് ഒരു ചെറിയ ഗാൽവനോമീറ്ററോടെ വെക്കുന്നു, ഒരു സെൻട്രൽ 0 ഗാൽവനോമീറ്റർ. അപ്പോ തീർച്ചയായിട്ടും നമുക്ക് എന്ത് മനസ്സിലായി? 180 ഡിഗ്രി വരെയുള്ള വേരിയേഷൻ നോക്കിയേ, ഗാൽവനോമീറ്റർ പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു, അടുത്ത 180 ഡിഗ്രിയിലോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് ക്ലിയർ, it is altering, or this is a fashion. The alternating quantities, the instantaneous values are changing. So that is the thing. അപ്പൊ ഇനി അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, കോയിൽ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒരു ഡയറക്ഷനിൽ നിന്ന് 0-യിൽ നിന്ന് മൂവ് ചെയ്ത് പോകുമ്പോൾ കൂടി വരുന്നു, അത് കഴിഞ്ഞ് വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അടുത്ത ബോളിന്റെ പൊളാരിറ്റിയിലേക്ക് വരുമ്പോൾ അതിങ്ങനെ വേരി ചെയ്ത് വരുന്നു. സോ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ്. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സമ്മറൈസ് ചെയ്യാം. നമ്മൾ എന്താണ് എ സി എന്നാണ് ഈ സബ്ജക്റ്റിൽ കൂടുതൽ പഠിക്കുന്നതെന്ന് പറഞ്ഞു. അതെങ്ങനെ ജനറേറ്റ് ചെയ്യുക, അതെങ്ങനെ പെരുമാറും, എങ്ങനെ ബിഹേവ് ചെയ്യും, ലോഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാ, പ്രത്യേകതകൾ എന്തൊക്കെയാ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യം നിങ്ങൾ പഠിച്ച ഡി സിയെ പരിചയപ്പെടുത്തി, പിന്നീടാണ് എ സി എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നത് ഓർപ്പിച്ചത്. പിന്നീട് നമ്മൾ അത് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു പറഞ്ഞു. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അനുസരിച്ചുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പിന്നെ ഒരു കണ്ടക്ടർ അറേഞ്ച്മെന്റ് വേണമെന്ന് പറഞ്ഞു. അതിനകത്ത് നമ്മൾ അതിന്റെ വേരിയേഷൻസ് എടുത്തു. അങ്ങനെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂസിന്റെ ഇക്വേഷൻസ് നമ്മൾ നോക്കി. അപ്പോൾ ഫൈനലി വി ആർ ഗെറ്റിംഗ് ദ ഇക്വേഷൻ ദാറ്റ് ഈസ് ഇൻസ്റ്റന്റേനിയസ് EMF ഈക്വൽസ് Emax sin omega t. It's a maximum value, instantaneous value, and there is an angular velocity which is omega. Okay. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഒരു കാര്യം ഇവിടെ ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചതുപോലെ കോയിലിൽ നിന്ന് സപ്ലൈ കൊടുത്തെടുക്കാൻ സ്ലിപ്പറിങ്ങോ സ്പ്ലിറ്ററിങ്ങോ എന്ന് ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നതാണ്. അത് നിങ്ങൾക്ക് ഒരു പരിധി വരെ അറിയാവുന്നത് കൊണ്ടാണ്. ഇവിടെ നമുക്ക് എ സി ആണ് ജനറേറ്റ് ചെയ്ത് അത് നമ്മൾ അതേ രൂപത്തിൽ പുറത്തെടുക്കും. ഓക്കെ, അനിൽ സാറേ പ്ലീസ്. സാറേ അത് തന്നെയായിരുന്നു ക്വസ്റ്റ്യൻ. സ്പ്ലിറ്ററിങ്ങും സ്ലിപ്പറിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന കോയിലിൽ നിന്ന് സപ്ലൈ പുറത്തെടുക്കാൻ എന്തെങ്കിലും ഒരു വഴി വേണം. സോ ദർ വി ക്യാൻ യൂസ് സ്ലിപ്പറിങ്സ് ഓർ സ്പ്ലിറ്റ് റിങ്സ്. അപ്പോ നിങ്ങൾ താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചപ്പോൾ രണ്ട് രീതിയിലാണ് അവിടെ റിങ്സ് ഉപയോഗിച്ചത്. സ്ലിപ്പ് റിങ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട ഫാക്ട് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെടുത്തി മാത്രം നമുക്ക് സംസാരിക്കാം. ഇഫ് യു ആർ യൂസിങ് സ്ലിപ്പ് റിങ്സ്, ആ കണ്ടക്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF അതേ രൂപത്തിൽ നമ്മൾ പുറത്തെടുക്കുന്നു. ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഇൻസ്റ്റന്റ് ബൈ ഇൻസ്റ്റന്റ് ഇറ്റ് ഈസ് ചേഞ്ചിങ്. അതുകൊണ്ടല്ലേ നമ്മൾ അതിനെ AC അഥവാ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് വിളിച്ചത്. സോ വി ആർ ഗെറ്റിംഗ് ദാറ്റ് ഇൻസ്റ്റന്റേനിയസ്ലി വേരിയിങ് ഇൻഡ്യൂസ്ഡ് EMF, ദാറ്റ് ഈസ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അപ്പൊ അതിൽ വോൾട്ടേജും കറണ്ട് ഇങ്ങനെ വേരി ചെയ്യുമെന്ന് മനസ്സിലായല്ലോ. അതല്ല, നിങ്ങൾ സ്പ്ലിറ്റ് റിങ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ DC കിട്ടും. അതായത് ഡയറക്റ്റ് കറണ്ട് ഓർ യൂണി ഡയറക്ഷണൽ പൾസ് ആണ് കിട്ടുക. അത് നിങ്ങൾ DC മെഷീൻസ് അല്ലെങ്കിൽ DC ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഇപ്പൊ നിങ്ങൾ ഇതുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കും. സാറേ ഇനി മറ്റു ക്വസ്റ്റ്യൻസ് ഉണ്ടേ പറയാം. ഓക്കെ, താങ്ക് യു സർ. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല സാർ, എവിടെയും വേറെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. അൻഡൂബ് സർ, ഷാലേ കണ്ടിന്യൂ? ആ സാർ, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ,
അപ്പൊ ഇനി നമ്മൾ പറയുന്നത് ഇത്രയും വിശദമായി സംസാരിക്കണമെങ്കിൽ നമ്മൾ ഇതിന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. അതായത് AC സപ്ലൈ സിസ്റ്റം ആണ് നമ്മൾ ഇതുവരെ നിങ്ങൾ വ്യാപകമായി കുട്ടികളായ നിങ്ങൾ എവിടെ കണ്ടാലും നിങ്ങൾ ഉപയോഗിക്കുന്ന സിസ്റ്റം അല്ല AC, KSEBC നെറ്റ്വർക്ക് ആയാലും ഒക്കെ wherever you deals with that AC, most of them that wherever you deals with that electric system, most of them only having that AC supply. അപ്പൊ AC സപ്ലൈ സിസ്റ്റം ആണ് പോപ്പുലർ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെയെങ്കിൽ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്? അപ്പൊ എന്തൊക്കെയോ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണല്ലോ ഇത്ര വ്യാപകമായിട്ടുള്ളത്. സോ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് AC ഓവർ DC? നോക്കിയേ, നിങ്ങൾ തന്നെ നമ്മുടെ ഇവിടുത്തെ KSEB ആണ് നമുക്ക് സപ്ലൈ തരിക. നമ്മുടെ സപ്ലൈ കമ്പനി KSEB ആണ്. ജനറേറ്റ് ചെയ്ത് പലയിടങ്ങളിലായി ജനറേറ്റ് ചെയ്ത് പിന്നീട് അത് ഉൽപ്പാദിപ്പിച്ച് പ്രസരണ വിതരണ ശൃംഖലയിലൂടെയാണ് നിങ്ങളുടെ വീട്ടിലെത്തി നിങ്ങൾ അത് ഉപയോഗിക്കുന്നത്. നിങ്ങളറിയാം, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ 3-1 ഡിപ്ലോമ കോഴ്സ് പഠിച്ച സ്ഥിതിക്ക് നിങ്ങൾ ഒരു പരിധിവരെ മനസ്സിലാക്കിയിട്ടുണ്ട്. ജനറേറ്റ് ചെയ്യുന്ന 11 kV ആണ്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് 220 kV. നമ്മൾ 400 kV വരെ കേരളത്തിൽ സബ്സ്റ്റേഷൻസ് നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവാം. പിന്നീട് 110 kV, 66 kV, 33 kV, 11 kV. നിങ്ങളുടെ വീട്ടിലെത്തുമ്പോഴോ 230 വോൾട്ട്. അതാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അപ്പൊ എന്ത് മനസ്സിലായി? 11 kV ജനറേറ്റ് ചെയ്ത ഈ വോൾട്ടേജിനെ പല ആവശ്യത്തിൽ പലതരത്തിൽ എന്ത് ചെയ്തു? ഒന്നുകിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്തു, അല്ലെങ്കിലോ സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. എന്തുപയോഗിച്ച? ട്രാൻസ്ഫോമർ ഉപയോഗിച്ച്. That's the main advantage. That's a beautiful fact. That's the beauty of AC. It can be stepped up or stepped down with transformers. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. പിന്നീടോ DC മെഷീൻസുമായി അല്ലെങ്കിൽ DCയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദീസ് മെഷീൻസ് ആർ സിമ്പിൾ ഇൻ കൺസ്ട്രക്ഷൻ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് മനസ്സിലാവും? അത് ചീപ്പായിരിക്കില്ലേ? സോ ഇറ്റ് ഈസ് എക്കണോമിക്കൽ. അങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം വൺ മോർ ഫാക്ട്, ദ AC മെഷീൻസ് ആർ സ്മോളർ ദാൻ ദ DC മെഷീൻസ് ഓഫ് സെയിം കപ്പാസിറ്റി. ഒരേ കപ്പാസിറ്റിയിലുള്ള DC മെഷീൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ AC മെഷീൻസ് താരതമ്യേന വലിപ്പം കുറഞ്ഞവയാണ്. മാത്രമല്ല നിർമ്മാണത്തിൽ അത് ലളിതമാണ്, അതുകൊണ്ട് തന്നെ അത് ചീപ്പാണ്, ഓർ ദർ എക്കണോമിക്കൽ. അറ്റ് ദ സെയിം ടൈം ഈ ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഇൻ AC സിസ്റ്റം സ്വിച്ച് ഗിയേഴ്സ്, സ്വിച്ചിങ്ങിനും ഗിയറിങ്ങിനും അതായത് കൺട്രോൾ ഓപ്പറേഷൻസിനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ്, അതിനെയാണ് സ്വിച്ച് ഗിയേഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സ്വിച്ചസ്, ദാറ്റ് ഈസ് എയർ ബ്രേക്ക് സ്വിച്ചസ്, ഐസൊലേറ്റേഴ്സ് ഓർ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അതൊക്കെ നിങ്ങൾ ഇനി പഠിക്കും, ഭാവിയിൽ പഠിക്കും. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയുക, ദ എക്യുപ്മെന്റ്സ് വിച്ച് വി ഡീൽസ് വിത്ത് AC കൈകാര്യം ചെയ്യാനായി നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് മഹാഭൂരിപക്ഷവും വളരെ ചീപ്പാണ്. ഓക്കെ, ഓർ സിമ്പിൾ ഇൻ കൺസ്ട്രക്ഷൻ ആൻഡ് ദാറ്റ് ഇസ് വെരി ഈസി ടു യൂസ്. സോ ദീസ് ആർ ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് AC ഓവർ DC. ദാറ്റ്സ് വൈ it's mostly preferred and mostly used in practical applications. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾ AC സപ്ലൈ സിസ്റ്റം ആണ് കണ്ടിട്ടുള്ളതെന്നുള്ളത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാം. അടുത്തത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടോപ്പിക്ക്, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിച്ചപ്പോ നിങ്ങൾ എന്താ പറഞ്ഞേ? അല്ലെങ്കിൽ ഇങ്ങനെ induced either statically and dynamically. So what about the dynamically induced EMF? The dynamically induced EMF, ഞാൻ ഇക്വേഷൻ നിങ്ങൾ ഓർപ്പിക്കാം. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF E equals, ഇനിയിപ്പോ നിങ്ങൾ അക്ഷരങ്ങൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കൂ. The instantaneously induced EMF, so small e equals BLV sin theta. BLV sin theta. What is B? It's a capital B. It's a flux density in Tesla or Weber per meter square. What is L? Length of the conductor. What is V? V is the velocity of movement. എന്തായാലും അവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാകാൻ അവിടെ ഒന്നുകിൽ എന്താ ഫ്ലക്സോ അല്ലെങ്കിൽ കണ്ടക്ടറോ മൂവ് ചെയ്യണ്ടേ. സോ ദ വെലോസിറ്റി ഓഫ് മൂവ്മെന്റ്, ദാറ്റ് ഇസ് V, is in meter per second. Then what about theta? നമ്മൾ തൊട്ട് മുമ്പിലത്തെ കാര്യം പറഞ്ഞു പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഫ്ലക്സ് കോമ്പോണന്റ് ആണ് ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാക്കുക. അപ്പൊ ഇവിടെ നമ്മളെ കണ്ടക്ടർ ചരിഞ്ഞിരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ഡയറക്ഷനിലാണെന്ന് മൂവ് ചെയ്യുന്നതെങ്കിലോ
അതിന്റെ പെർപെൻഡിക്കുലർ കോമ്പണന്റ് കൺസിഡർ ചെയ്യേണ്ടി വരത്തില്ലേ? So that is theta is inclination of that conductor with respect to the flux lines. So induced EMF E equals BLV sin theta. So B is the flux density in Weber per meter square. L is the length of the conductor in meters. And V is the velocity of that conductor in meter per second. Theta is the inclination of that conductor with respect to the flux lines. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതൊന്ന് മനസ്സിലാക്കാം. ഞാനിവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്യും. So in that magnetic field, what about the flux lines? ഞാൻ ഫ്ലക്സ് ലൈൻസിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ക്ലിയർ ആയി ഫ്ലക്സിന്റെ ഡയറക്ഷൻ നോൺ ആണ്. And there we have a flux density B, capital B. In that region, the flux density is represented as capital B. Then, in that region, it is placed a conductor of length L meters. അതിനിടയിൽ ഞാനൊരു കണ്ടക്ടർ L മീറ്റർ നീളമുള്ള ഒരു കണ്ടക്ടർ പ്ലേസ് ചെയ്തു. നോക്കിയേ, അങ്ങനെയെങ്കിൽ അതൊരു V വെലോസിറ്റിയിൽ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ അതിന്റെ കണ്ടക്ടർ മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. മൂവ് ചെയ്യാൻ എളുപ്പമായതുകൊണ്ട് ഞാൻ കണ്ടക്ടർ തന്നെ മൂവ് ചെയ്യുന്നത് ഇരിക്കട്ടെ. ലെറ്റ് ദ കണ്ടക്ടർ ഈസ് മൂവ്സ് ഇൻ സച്ച് എ ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിൽ ഞാൻ വെലോസിറ്റി വിയിൽ അത് മൂവ് ചെയ്യുന്നത് വെച്ചോ. ഞാൻ മൂവ് ചെയ്യുന്നത് ഏതോ ഒരു ഡയറക്ഷനിലേക്ക് ഒരു dx ഡിസ്റ്റൻസ്, എ സ്മോൾ ഡിസ്റ്റൻസ് വി അസ്യൂംഡ് ദ കണ്ടക്ടർ മൂവ്സ്. ചെറിയൊരു ഡയറക്ഷൻ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക? അവിടെ ഒരു ഫ്ലക്സ് ലിങ്ക് ചെയ്യില്ലേ? അതല്ലേ അവിടുത്തെ ചേഞ്ച് ഇൻ ഫ്ലക്സ്. അപ്പൊ നമുക്ക് പറയാലോ, നോക്കിയേ, ദ ചേഞ്ച് ഇൻ ഫ്ലക്സ് അഥവാ ദ ഫ്ലക്സ് ലിങ്കേജ് ഓർ ലെറ്റ് ഇറ്റ് ബി d∅. ചേഞ്ച് ഇൻ ഫ്ലക്സ് നമുക്ക് ഇക്വേഷൻ ഫെമിലിയർ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഡയറക്റ്റ് പറയാലോ. ദ ചേഞ്ച് ഇൻ ഫ്ലക്സ് d∅. ഫൈ എന്ന് പറയുന്നത് ഫ്ലക്സ് എന്ന് പറയുന്നത് ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ അല്ലേ? അപ്പൊ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഇവിടെ എന്ത് വരും? ഫ്ലക്സ് ഡെൻസിറ്റി B ഇൻറ്റു വാട്ട് അബൌട്ട് ദ ഏരിയ സ്വെപ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ ആ കണ്ടക്ടർ മൂവ് ചെയ്ത ഏരിയ എന്താ, അല്ലെങ്കിൽ ഫ്ലക്സ് ലിങ്ക് ചെയ്ത ആ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ കണ്ടക്ടർ ലെങ്ത് L അല്ലേ? L ഇൻറ്റു എത്ര ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്തേ? dx. So the change in flux or the linkage, flux linkage, that can be represented as d∅ equals BL into dx. Then Faraday's laws of electromagnetic induction അനുസരിച്ച് equation നിങ്ങൾക്ക് അറിയാം. Induced EMF E equals minus n into d∅ by dt. But now here we only consider the magnitude. ഇവിടെ നമ്മൾ മാഗ്നറ്റ്യൂഡ് മാത്രമേ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ നെഗറ്റീവ് സൈൻ ഡയറക്ഷൻ നമ്മൾ അങ്ങ് ഒമിറ്റ് ചെയ്തു, ഒഴിവാക്കി. ഇനിയിപ്പോ എന്താ വേണ്ടേ? n എന്ന് പറയുന്നത് 1 അല്ലേ? അതായത് ഒരു കണ്ടക്ടർ നമ്മൾ അവിടെ എടുത്ത് വെച്ചോളൂ. സോ നമ്പർ ഓഫ് ടേൺസ് n is also become 1. അപ്പൊ നമുക്ക് എളുപ്പമായില്ലേ? ഇൻഡ്യൂസ്ഡ് EMF E equals d∅ by dt. ചേഞ്ച് ഇൻ ഫ്ലക്സ് ലിങ്കേജ് ഓർ ചേഞ്ച് ഇൻ ഫ്ലക്സ് നമ്മൾ കണ്ടതല്ലേ d∅. സോ ദ ഇക്വേഷൻ ഈസ് BL dx divided by dt. B value constant അല്ലേ? So we can take it out. So that is BL into dx by dt. What is dx by dt? Distance by time or change in distance with respect to time. അത് velocity അല്ലേ? So that is equals BLV. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരു സംശയം വന്നു, ഇവിടെ സൈൻ തീറ്റ. ശ്രദ്ധിക്കണേ, അത് കണ്ടക്ടറിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടായിരുന്നു ഇപ്പൊ ഫ്ലക്സ് എന്ന് വെക്കുക. അതുകൊണ്ട് തീറ്റ നമ്മൾ കൺസിഡർ ചെയ്തില്ല. എന്നാൽ നോക്കി, നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷനിൽ അവിടെ ഒരു ഇഫ് ദാറ്റ് കണ്ടക്ടർ ലെറ്റ് ദാറ്റ് കണ്ടക്ടർ ഈസ് ഇൻക്ലൈൻഡ് ടു ദാറ്റ് ഫ്ലക്സ് ബൈ ആൻ ആംഗിൾ തീറ്റ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ വെലോസിറ്റി കോമ്പണന്റ് എടുക്കുമ്പോൾ അതിന് പെർപെൻഡിക്കുലർ ആയി, ഫ്ലക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കോമ്പണന്റ് അല്ലേ വരും. ദാറ്റ് ഇസ് V sin തീറ്റ. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാലോ. ദ EMF induced small e equals BLV sin theta. Okay. So the EMF induced in that conductor can be represented as BLV sin theta. See, വേണമെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പത്തെ നടത്തിയ ജനറലൈസേഷൻ ഇവിടെ ആകാം. If theta is 90 degree, what about that? Sin 91 അല്ലേ?
അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് മനസ്സിലായി? BLV or induced EMF E is become BLV, and that can be represented as E max. So we can generalize like this. If it is instantaneously induced EMF or small e equals BLV ക്ക് പകരം എന്ത് എഴുതാം? E max sin theta volts. So that is the dynamically induced EMF in the conductor at each instant. That's the equation. And that is the second form of derivation. ഇത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കും. സിലബസിൽ ഈ ഭാഗത്തു നിന്ന് പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് പറയാം. ശ്രദ്ധിക്കണേ. ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കുമോ അല്ലെങ്കിൽ ഞാൻ സ്ക്രീനിൽ അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് കാണാം, കുറിച്ചെടുക്കാം. A conductor of 2 meter is placed in a magnetic field of flux density 1 Tesla, which moves with a velocity of 225 meters per second. A conductor of length 2 meter moves with a velocity 225 meters per second, is placed in a magnetic field of flux density 1. If that velocity component is 30-degree inclined to that flux lines, calculate the EMF induced in that conductor or the potential difference across that conductor. You can write down the question. A conductor of 2 meter length moves with the velocity 225 meters per second, placed in a magnetic field of 1 Tesla, and the velocity component is 30-degree inclined to that magnetic flux lines. Then we have to find the potential difference across the conductor. Okay. See, what about the length of the conductor? L equals 2 meters. What about the velocity? 225 meters per second. Density 1 Weber per meter square or 1 Tesla, or capital B equals 1 Weber per meter square or 1 Tesla. So what about the equation? Okay, അത് velocity component 30-degree inclined ആയിട്ടാണെന്നും ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. So theta is 30 degree. Then what's the equation? Induced EMF E equals BLV sin theta. So B is there, that is 1 into, what about L? Is 2 meters into 2 into, what about the velocity? 225 into, what about sin 30? Sin 30 1/2 alle. So cut it. So we can say the EMF induced or the potential difference across that conductor is become 225 volt. So that's a simple problem. So you can practice with more problems. Okay. ഇതാണ് നമ്മൾ ഈ പറയുന്ന EMF കണ്ടക്ടറിൽ ഇൻഡ്യൂസ് ചെയ്ത EMF-നെ സംബന്ധിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസ്. അപ്പോ ഈ രണ്ട് ഇക്വേഷൻസിന്റെയും ഡെറിവേഷൻസ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കണം. ആ ഇക്വേഷൻസ് ഉപയോഗിച്ച് ഇതുമായി ബന്ധപ്പെട്ട ബാക്കി ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വീണ്ടും ചോദിക്കാം. ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി സമ്മറൈസ് ചെയ്ത് നിങ്ങളിലേക്ക് അടുത്ത അവസരത്തിലേക്ക് വരാം. അവസാനം ഞാൻ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നുണ്ടാവും. ആ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്ക്രീനിൽ ആൻസർ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. അപ്പൊ അതിന്റെ ഇന്ന് പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മാത്രമായിരിക്കും. അതുമായി ബന്ധപ്പെട്ട് ഉത്തരങ്ങൾ എഴുതി അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ, നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് പരിശോധിക്കാം. ഓക്കെ. ഇനി വീട്ടിൽ നിങ്ങൾ ഈ ക്ലാസ് ശേഷം പുസ്തകം വായിച്ച് കൃത്യമായിട്ട് ബാക്കി പ്രോബ്ലംസും ഒക്കെ കാര്യങ്ങളും ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരവും നിങ്ങൾക്കുണ്ട്. ഓക്കെ. ഇപ്പൊ നമ്മൾ രണ്ടാമത് പറഞ്ഞത് ഇൻഡ്യൂസ് EMF, ഡൈനാമിക്കൽ ഇൻഡ്യൂസ് EMF ആണ്. അതിന്റെ ഇക്വേഷൻ E ഈക്വൽസ് BLV സൈൻ തീറ്റ ആണ്. B ഫ്ലക്സ് ഡെൻസിറ്റി ആണെന്ന് നമുക്കറിയാം. L ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ആണെന്ന് അറിയാം. V അവിടെ അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി. തീറ്റ എന്ന് പറയുന്നത് ആ കണ്ടക്ടർ ആക്സിസും ആ ഫ്ലക്സ് ലൈൻസും തങ്ങളുടെ ഇൻക്ലിനേഷൻ ആണ്. അങ്ങനെയെങ്കിൽ അതിന്റെ വെർട്ടിക്കൽ കോമ്പണന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്നുള്ളതാണ് ഇക്വേഷനിൽ സൈൻ തീറ്റ കോമ്പണന്റ് വന്നത്.
അപ്പൊ നമുക്ക് ഇങ്ങനെ ഇക്വേഷന് ജനറലൈസ് ചെയ്ത് സമ്മറൈസ് ചെയ്യാം. ഓക്കെ, ഹലോ സാറേ, ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും? ഹലോ. സാറേ, ക്വസ്റ്റ്യൻസ്. സാറേ, ഇതിന്റെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യേണ്ടത് ഏത് ടെക്സ്റ്റ് ബുക്കാണെന്ന് പറഞ്ഞാൽ ഉപകാരമായി. ഹലോ ആകാശ് സാറേ. ഹലോ. ആകാശ് സാറിന് ഹലോ ആകാശ് ഓഡിയോ പ്രോബ്ലം ഉണ്ടോ? മ്യൂട്ടഡ് അല്ലല്ലോ സാറേ. ഹലോ ആകാശ് സാറേ. അപ്പൊ ഇതിനെ റെഫർ ചെയ്യേണ്ട ടെക്സ്റ്റ് ഇലക്ട്രിക്കൽ ടെക്നോളജി വോളിയം 1 ബൈ BL തിരേജ ആൻഡ് AK തിരേജ. അതാണ് ഒരു ടെക്സ്റ്റ് റെഫർ ചെയ്യാൻ പറ്റുന്ന ടെക്സ്റ്റ്. പിന്നെ ഒരെണ്ണം JB ഗുപ്തയുടെ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതും റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റാണ്. ആകാശ് സാർ എത്തിയിട്ടുണ്ട്. ഓക്കെ, എവിടെ വരെ കിട്ടിയിരുന്നു? ഞാനിനി എന്താണ് ആ BLV സൈൻ തീറ്റ പ്രോബ്ലം വരെ എത്തിയിരുന്നോ? ഇടയ്ക്കൊന്ന് കട്ടായി പോയല്ലേ സാർ? പ്രോബ്ലം ചെയ്തോ കുട്ടികൾ? സാർ കണ്ടിന്യൂ ചെയ്തോളൂ. ഞാൻ എവിടെ നിന്നാണ് സാർ കണ്ടിന്യൂ ചെയ്യേണ്ടത്? എവിടെ വരെ എത്തിയിരുന്നു? അതായത് ഓഡിബിൾ കണ്ടീഷൻ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്തിരുന്നോ? പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പ്രോബ്ലം കംപ്ലീറ്റ് ആയി. ഓക്കെ. ഓക്കെ, ഇതിപ്പോ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ സംശയങ്ങളാവാം. അത് ഇക്വേഷൻ ഡിറൈവ് ചെയ്തതാണ്. E = BLV സൈൻ തീറ്റ ആയിരുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ആ ഇക്വേഷൻസിനകത്ത് ഡിഫറെന്റ് പ്രോബ്ലംസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതാകാം. അവസാനം 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സ്ക്രീനിൽ തരും. അത് നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ സ്കോറും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ. EMF ഇൻസ്റ്റന്റേനിയസ് EMF ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ളതെന്ന് പറയാം. ഓക്കെ, ഫസ്റ്റ് കേസ് ആണോ സാറേ അതോ രണ്ടാമത്തെ കേസോ? ഫസ്റ്റ് കേസ്. ഓക്കെ, യെസ്. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ബേസിക് പ്രിൻസിപ്പിൾ. ഫോർ ദാറ്റ് there we arranged a magnetic field. അതായത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു നോർത്തും ഒരു സൗത്തും ഉൾപ്പെടുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് അറേഞ്ച് ചെയ്തു. അതിൽ ഒരു കണ്ടക്ടർ പ്ലേസ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പറയാറ്. പക്ഷേ സൗകര്യത്തിനായി നമ്മൾ ഒരു കോയിൽ കൺസിഡർ ചെയ്തു. കോയിൽ എന്ന് പറയുമ്പോൾ ഒരു കമ്പി ചുരുൾ. അതിന്റെ ഷേപ്പ് എന്ന് പറയുന്ന റെക്ടാങ്കുലർ. അങ്ങനെ റെക്ടാങ്കുലർ ആയിട്ട് പ്ലേസ് ചെയ്ത ഈ കോയിലിന് ഇവിടെ 2-3 കണ്ടീഷൻസ് ആണ് ആദ്യം നമ്മൾ പറഞ്ഞത്. ഫ്ലക്സ് എപ്പോഴും നോർത്തിൽ നിന്ന് സൗത്തിലോട്ടല്ലേ പോവുക. അപ്പോ നമ്മുടെ ഈ കോയിലിന്റെ പ്ലെയിൻ, റെക്ടാങ്കുലർ പ്ലെയിൻ, ആദ്യം നമ്മൾ അതായത് 0th ഇൻസ്റ്റന്റിൽ നമ്മുടെ ഈ ഫ്ലക്സ് ലൈനിന് നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഫ്ലക്സ് ലൈനിന് പാരലലായിട്ട് അങ്ങ് വെച്ചു. അവിടെ നിങ്ങൾ അറിയേണ്ടത് ഈ കണ്ടക്ടറിനെ ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഫ്ലക്സ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് ഫ്ലക്സ് ലിങ്കേജിന്റെ കറക്റ്റ് ഡെഫിനിഷൻ. അപ്പൊ ഈ പ്ലെയിൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ആക്സിസ്, അതിനെയാണ് നമ്മൾ O എന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഇതിനകത്ത് ഫ്ലക്സ് ലിങ്ക് ചെയ്തെന്ന് പറയണമെങ്കിൽ എന്ത് വേണം? O' ഡയറക്ഷനിൽ ഒരു ഫ്ലക്സ് വരണം. ഇപ്പൊ നോക്കേ, 0th ഇൻസ്റ്റന്റിൽ അതായത് ഫ്ലക്സ് ലൈനിന് പാരലലായിട്ട് ഇരിക്കുമ്പോൾ O' എന്ന് പറഞ്ഞ ഡയറക്ഷനിൽ ഫ്ലക്സ് ഇല്ലല്ലോ. എന്ന് പറഞ്ഞാൽ ആ ഇൻസ്റ്റന്റിൽ ഫ്ലക്സ് ലിങ്കേജ് 0 ആണ്. അപ്പൊ ആ സമയത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന EMF-ഉം 0 ആയിരിക്കും. ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്തു? ഈ കോയിലിനെ പതുക്കെ നമ്മളൊന്ന് കറക്കി, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെ ആയിക്കോട്ടെ. അപ്പൊ 90 ഡിഗ്രിയിൽ എത്തിയപ്പോൾ നിങ്ങളൊന്ന് നോക്കിയേ. Now the plane of the conductor or coil
ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഫ്ലക്സ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓ ഡാഷ് എങ്ങനെ ഇരിക്കുന്നത്? ഫ്ലക്സിന്റെ അതേ ഡയറക്ഷനിൽ, അതായത് ഫ്ലക്സിന്റെ അതേ ഡയറക്ഷനില നമ്മൾ കൺസിഡർ ചെയ്ത ആക്സിസ്, അതായത് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ഉള്ളത്. അപ്പൊ ഉണ്ടാകുന്ന ഫ്ലക്സ് ലിങ്കേജ് മാക്സിമം അല്ലേ? അപ്പൊ നമുക്ക് മനസ്സിലായി 90 ഡിഗ്രിയിൽ മാക്സിമം ഫ്ലക്സ് ലിങ്ക് ചെയ്യും. അപ്പൊ EMF മാക്സിമം ആയിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇത് എളുപ്പത്തിൽ പറയാൻ നമ്മൾ ഇടയ്ക്കുള്ള ഒരു ഇൻസ്റ്റന്റ്, ഏത് ഇൻസ്റ്റന്റിലും ഉള്ളത് പറയാനുള്ള സൗകര്യത്തിന് നമ്മൾ അതിനെ ഒരു തീറ്റ ഡിഗ്രിയിൽ വെച്ചു. തീറ്റ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ കോയില് ഒമേഗ എന്ന ആംഗുലാർ വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. എന്തായാലും കറങ്ങുകയാണല്ലോ, കോയിൽ കറക്കുക. അപ്പൊ സ്വാഭാവികമായി കറങ്ങുന്ന സ്പീഡ് അതിന് ആംഗുലാർ വെലോസിറ്റി എന്നല്ലേ പറയാ, ഒമേഗ. അപ്പോ ഒമേഗ ഇൻറ്റു ടി, അതാണല്ലോ ആ ഡിസ്പ്ലേസ്മെന്റ് കിട്ടുക. അപ്പൊ നോക്കിയേ, ഇപ്പൊ ഒരു അല്പം അങ്ങോട്ട് മാറി നിൽക്കുകയാണ് നമ്മുടെ കോയിൽ. അപ്പൊ നമ്മൾ നോക്കിയേ, ആ ഓ ഡാഷ് ഇപ്പൊ എങ്ങനെയാ നിൽക്കുന്നത്? ചരിഞ്ഞല്ലേ നിൽക്കുന്നത്. അപ്പൊ ഫ്ലക്സ്, മാക്സിമം ഫ്ലക്സ് 5max, അല്ലെങ്കിൽ നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് പോകുന്ന മൊത്തം ഫ്ലക്സിനെ നമ്മൾ 5max എന്ന് റെപ്രസെന്റ് ചെയ്തു. ആ ഫ്ലക്സ് ഇപ്പൊ 2 കോമ്പണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യത്തില്ലേ? ആ ഇൻക്ലിനേഷൻ ഒമേഗ ടി ആണെങ്കിൽ നോക്കേ, ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ നോക്കിയപ്പോ ആ 5max 2 കോമ്പണന്റ് ആയിട്ട് റിസോൾവ് ചെയ്തു. ഏതൊക്കെയാ? 5max സൈൻ ഒമേഗ ടിയും മറ്റൊന്ന് 5max കോസ് ഒമേഗ ടി. ഇനി ആ 5max കോസ് ഒമേഗ ടി ഒന്ന് നോക്കിയേ, അത് ഓ ഡാഷിന്റെ ഡയറക്ഷനിലല്ലേ? അപ്പൊ 5max കോസ് ഒമേഗ ടി ഈസ് എലോങ് വിത്ത് ദ ഡിറക്ഷൻ ഓഫ് ഓ ഡാഷ്. അപ്പൊ അതല്ലേ അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യാൻ നിദാനമായ അല്ലെങ്കിൽ കാരണമായ ഫ്ലക്സ് കോമ്പണന്റ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇൻഡ്യൂസ് EMF ഈക്വൽസ് d∅dt or minus n into d∅dt. അപ്പൊ മൈനസ് n അവിടെ നിൽക്കട്ടെ, ഇൻറ്റു d∅dt. ഫൈ എന്താ? 5max കോസ് ഒമേഗ ടി. അപ്പൊ നമ്മൾ ആ ഇക്വേഷനെ ഡിറൈവ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. 5max കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തെടുത്തു, മൈനസ് n into 5max. ബാക്കി എന്തുണ്ട്? d/dt ഓഫ് കോസ് ഒമേഗ ടി. കോസ് ഒമേഗ ടിയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ ഒമേഗ ടി കിട്ടില്ലേ? ആ മൈനസ് സൈൻ മറ്റേ ആദ്യമുള്ള മൈനസോട്ട് ചെയ്യുമ്പോൾ പ്ലസ് കിട്ടും. മാത്രമല്ല ഫംഗ്ഷനിന്റെ ഫംഗ്ഷൻ ആ ഒമേഗ ടിയെ ഒന്നുകൂടി ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഒരു ഒമേഗയും കൂടെ കിട്ടുമല്ലോ. അങ്ങനെ കിട്ടിയ ഇക്വേഷൻ നോക്കിയപ്പോ ഇൻഡ്യൂസ് EMF ഈക്വൽസ് ദാറ്റ് ഈസ് ഒമേഗ n 5max into സൈൻ ഒമേഗ ടി. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷന്റെ പ്രത്യേകത. പക്ഷെ ഇവിടെ നമ്മൾ 2 കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി, നമ്മൾ വളരെ ബുദ്ധിപരമായി ചിന്തിച്ചു. ഓക്കെ, ബുദ്ധിയുള്ള കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും 90 ഡിഗ്രിയിൽ മാക്സിമം ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്നല്ലേ പിള്ളേരെ പറഞ്ഞു. മാത്രമല്ല ഒമേഗ ടി 90 ആവുമ്പോഴത്തേക്ക് സൈൻ 90 1 ആയതുകൊണ്ട് എന്ത് പറ്റും? ഇ ബിക്കം, അതായത് ഇൻഡ്യൂസ് EMF സ്മോൾ ഇ ബിക്കം ഒമേഗ n 5max. അത് മാക്സിമം ആണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അപ്പൊ അതിന് നമ്മളൊരു പേര് കൊടുത്തു, Emax or capital E suffix small m. അപ്പൊ ഇനി ഇക്വേഷനിലേക്ക് വരൂ. ഈ ഇക്വേഷനില് ഒമേഗ n 5maxന് പകരം എന്ത് കൊടുക്കാം? ആ മാക്സിമം വാല്യൂ ഒന്ന് കൊടുത്തൂടെ? അപ്പൊ അതിന് നമ്മൾ കൊടുത്ത പേരെന്താ? EM എന്നല്ലേ? Therefore the induced EMF or the instantaneous value of induced EMF, ഏത് ഇൻസ്റ്റന്റിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF-നെ നമുക്ക് സ്മോൾ ഇ എന്ന് പറയാലോ. സ്മോൾ ഇ ഈക്വൽസ് Emax സൈൻ ഒമേഗ ടി. ഓക്കെ, ഒമേഗ ടിയെ വേണമെങ്കിൽ തീറ്റ എന്നൊക്കെ വിളിക്കാം. നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നമുക്ക് വോൾട്ടേജിന്റെയും കറന്റിന്റെയും ഇക്വേഷൻ എഴുതാവുന്നതാണ്. യെസ് സർ. സാറേ ക്വസ്റ്റ്യൻസ് ഫോളോ ചെയ്യാണേ. ഓക്കെ, ഞാൻ തരുന്ന ഇപ്പൊ സാർ ക്വസ്റ്റ്യൻസ് തരും, നിങ്ങളുടെ സ്ക്രീനിൽ അത് കാണും. അപ്പൊ നിങ്ങൾ അത് ആൻസർ ചെയ്യുക, നിങ്ങളുടെ സ്ക്രീനിൽ ആൻസർ ചെയ്യുക. 2 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് അതിന്റെ ക്വസ്റ്റ്യൻസിലുള്ളത്. നിങ്ങൾക്ക് എന്ത് മനസ്സിലായെന്നും നിങ്ങൾ എത്ര പേര് അതിൽ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നും മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ സെഷൻ മൈൻഡ് അപ്പ് ചെയ്യാമല്ലോ സാറേ. അതിന്റെ ആൻസർ ചെയ്ത് വരുമ്പോ പോള് പബ്ലിഷ് ചെയ്താൽ സംശയം ഇത്രേ ഉള്ളോ?
ഓക്കെ, എത്രയാണ് സാർ? വേറെ ഒന്നും വന്നിട്ടില്ല സാർ. ഓക്കെ. ഇന്ന് നമുക്ക് വേണ്ടി ഇന്ന് ഏറ്റവും മികച്ച രീതിയിൽ ഈ സെഷൻ കൈകാര്യം ചെയ്ത ശ്രീനാരായണ പോളിടെക്നിക് കോളേജിലെ ലെക്ചറായ ആകാശ് കുമാർ സാറിന് ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം പോളിടെക്നിക് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓൺലൈൻ ക്ലാസ് നടത്താനായി സിറ്റെടുത്ത ഈ ഉദ്യമത്തിനും അതിന്റെ പൂർണ്ണ വിജയത്തിനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രോഗ്രാം കോർഡിനേറ്റർ ബിനു മിസിനും പ്രോഗ്രാം ജോയിന്റ് കോർഡിനേറ്റർ ജ്യോതിലാൽ സാറിനും ഈ കോഴ്സിന്റെ കോർഡിനേറ്ററായ അനിൽകുമാർ സാറിനും ഞങ്ങളുടെ കൂട്ടായ്മയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം ഈ സെഷനിൽ പങ്കെടുത്ത നമ്മുടെ പോളിടെക്നിക്കിലെ എല്ലാ വിദ്യാർത്ഥിനി സുഹൃത്തുക്കൾക്കും ഈ അവസരത്തിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഓക്കെ, താങ്ക് യു. പോളിന്റെ റിസൾട്ട് അത് 5 മിനിറ്റ് കഴിയേണ്ടി വരുമല്ലേ സാറേ?